ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മളിന്ന് വന്നിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സോഷ്യൽ എയർ ഡ്രോപ്സുമായിട്ടാണ്. നിങ്ങൾ ഫുട്ബോൾ മാച്ചസും കാര്യങ്ങളൊക്കെ കാണുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വൺ ഫുട്ബോൾ എന്ന പേര് കേട്ടിട്ടുണ്ടാവും. വളരെ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ വൺ ഫുട്ബോൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വൺ ഫുട്ബോൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ലൈവ് ആയിട്ടുള്ള ഫുട്ബോൾ ന്യൂസുകൾ, അതുപോലെ തന്നെ ലൈവ് അപ്ഡേറ്റ്സ്, ലൈവ് മാച്ചസ്, സ്കോർസ്, ഹൈലൈറ്റ്സ് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ്. മെയിൻലി ഫുട്ബോൾ എന്നൊരു സ്പോർട്ടിനോട് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ടീമാണ് വൺ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവരുടെ സോഷ്യൽ എയർ ഡ്രോപ്പാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ നോക്കാൻ കാരണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഫണ്ടിങ് തന്നെയാണ് മെയിനായിട്ട്. ഓക്കെ, ഇവർ ഫണ്ടിങ് ആയിട്ട് റേസ് ചെയ്തിരിക്കുന്നത് $307 മില്യൺ ആണ്. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്ത ഏത് ടെലഗ്രാം എയർ ഡ്രോപ്പ് എടുത്ത് നോക്കിയാലും അതിനേക്കാളും ഫണ്ട് റേസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ് ഈ വൺ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. $307 മില്യൺ ആണ്. ആരാണ് ഫണ്ട് ചെയ്തിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂണിസ്ക്വയർ, അനിമോക്ക ബ്രാൻഡ്സ്, ഡാപ്പർ ലാബ് കൂടാതെ അഡിഡാസും ഇവർക്ക് ഫണ്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര നല്ല ഫണ്ടിങ് ഉള്ള പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഇത് കുറച്ച് കാലമായിട്ട് റണ്ണിംഗ് ആണ്. വൺ ഫുട്ബോളിന്റെ ടീം ഒഫീഷ്യലി എയർ ഡ്രോപ്പ് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല എമൗണ്ട് തന്നെ കിട്ടും എന്നാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. എത്രയാണ് അലോക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും അതൊക്കെ പുറത്ത് വരുമ്പോൾ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. അപ്പോൾ തീർച്ചയായും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് വെക്കുക എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കാനായിട്ട്. വൺ ഫുട്ബോളിന്റെ എയർ ഡ്രോപ്പ് നമ്മൾ ഫാം ചെയ്യുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ്. ടെലഗ്രാം മിനി ആപ്പോ ബോട്ടോ ഒന്നല്ല. വൺ ഫുട്ബോളിന്റെ എയർ ഡ്രോപ്പ് ഫാമിംഗ് പേജിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റും, പി സിയിലും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പി സിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ വലുതാക്കി ഒന്ന് കാണിക്കാനാണ്, കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിലും ചെയ്യാൻ പറ്റും. ഓക്കെ, സെയിം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ട, ഒരു വ്യത്യാസമില്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഈ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മേലെ സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഫോണിലും കാണാൻ പറ്റും, ഫോണിന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പോൾ സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നോക്കി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OKX വാലറ്റ്, മെറ്റാമാസ്ക്, കോയിൻ ബേസ് വാലറ്റ്, അതർ വാലറ്റ്സ്, അതുപോലെ തന്നെ ഇമെയിൽ ഓർ സോഷ്യൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏത് വെച്ച് വേണമെങ്കിലും നമുക്ക് ലോഗിൻ ചെയ്യാം. ഇമെയിൽ ഓർ സോഷ്യൽസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ID, ഫോൺ നമ്പർ, ഗൂഗിൾ, ട്വിറ്റർ, ഡിസ്കോഡ്, ഫാർകാസ്റ്റർ, ടെലഗ്രാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഏത് വെച്ച് ലോഗിൻ ചെയ്താലും ഒരു പ്രശ്നമില്ല. ഓക്കെ, ഞാൻ എന്തായാലും മെറ്റാമാസ്ക് വാലറ്റ് വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വെച്ച് വേണമെങ്കിലും ചെയ്യാം, എല്ലാം ഒരുപോലെ തന്നെയാണ്. ഓക്കെ, മെറ്റാമാസ്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്തവരാണ് തീർച്ചയായിട്ടും ഒരു മെറ്റാമാസ്ക് വാലറ്റ് എടുത്ത് വെക്കുക. എല്ലാ എയർ ഡ്രോപ്സ് ഫാം ചെയ്യാനും മെറ്റാമാസ്ക് ആവശ്യമാണ്. മെറ്റാമാസ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ താഴെ കൊടുക്കാം. അത് കണ്ട് ഒരു മെറ്റാമാസ്ക് വാലറ്റ് എടുത്ത് വെക്കുക എന്തായാലും അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്തു. നിങ്ങൾ പി സിയിൽ ചെയ്യുന്ന ആളാണെങ്കിൽ മെറ്റാമാസ്കിൻ്റെ ക്രോം എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ആയിരിക്കണം, എങ്കിലാണ് വർക്ക് ആവുക. നിങ്ങൾ ഫോണിൽ ചെയ്യുന്ന ആളാണെങ്കിൽ മെറ്റാമാസ്കിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മതി. മെറ്റാമാസ്ക് ചൂസ് ചെയ്യാൻ പറയും, മെറ്റാമാസ്ക് ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കൺഫർമേഷൻ വരും, കൺഫേം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈസി ആയിട്ട് തന്നെ കണക്ട് ആവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ പി സിയിലാണ് ചെയ്യുന്നത്. മൊബൈലിൽ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ എറേഴ്സ് വന്നേക്കാം. മെറ്റാമാസ്ക് കണക്ട് ചെയ്യുന്നതിൽ മൊബൈലിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെറ്റാമാസ്ക് യൂസ് ചെയ്യാതെ ഇമെയിൽ ID, മൊബൈൽ നമ്പറോ ഗൂഗിൾ എന്തെങ്കിലും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, നോർമലി എറേഴ്സ് ഒന്നും വരാറില്ല. എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ നിങ്ങൾ മൊബൈലോ ഇമെയിൽ ID, ഗൂഗിളോ ഏതെങ്കിലും വെച്ച് ലോഗിൻ ചെയ്യുക. മെറ്റാമാസ്ക് തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈലൂടെ കാണാൻ പറ്റും. നമ്മളെ പ്രൊഫൈലിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെല്ലാ ഡീറ്റെയിൽസും നമ്മൾ കണക്ട് ചെയ്ത് വെച്ച സോഷ്യൽ മീഡിയാസും എല്ലാം തന്നെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ വാലറ്റ് കണക്ട് ചെയ്തു, ഡിസ്കോഡ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, ട്വിറ്റർ കണക്ട് ചെയ്യാം, ഫാർകാസ്റ്റർ കണക്ട് ചെയ്യാം, ഏത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. നമ്മുടെ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വാലറ്റ് കണക്ട് ആയിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോൾ മെറ്റാമാസ്ക് ലോഗിൻ ചെയ്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി വാലറ്റ് കണക്ട് ആയത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ മെറ്റാമാസ്ക് കൂടെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മെറ്റാമാസ്ക് നിർബന്ധമായിട്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മെറ്റാമാസ്കിൻ്റെ വാലറ്റ് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവരും iOS യൂസ് ചെയ്യുന്നവരും കിവി ബ്രൗസർ യൂസ് ചെയ്യുക. കിവി ബ്രൗസറിൽ ഈ ഒരു വെബ്സൈറ്റ് തുറക്കുക. ഇതുപോലെ മെറ്റാമാസ്കിൻ്റെ ക്രോം എക്സ്റ്റൻഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കിവി ബ്രൗസറിൽ ആഡ് ചെയ്യണം. അതിന് മെറ്റാമാസ്ക് ക്രോം എക്സ്റ്റൻഷൻ എന്ന് കിവി ബ്രൗസറിൻ്റെ അകത്ത് സെർച്ച് ചെയ്യുക. എന്നിട്ട് പേജ് കയറുക, എന്നിട്ട് ആഡ് ക്രോം കൊടുക്കുക. അപ്പോൾ മെറ്റാമാസ്ക് ആഡ് ആവും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സീഡ് ഫ്രൈസ് വെച്ച് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാത്തത് ഓൾറെഡി ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെറ്റാമാസ്കിൻ്റെ വീഡിയോ കാണുക. അപ്പോൾ സീഡ് ഫ്രൈസ് എന്താണ്, മെറ്റാമാസ്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ ഇപ്പുറത്ത് ബോൾസ് എന്ന് പറഞ്ഞിട്ട് ബോൾ കൗണ്ട് കാണാൻ പറ്റും. ഈ ബോളിൻ്റെ കൗണ്ട് വെച്ചിട്ടാണ് നമുക്ക് എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടുക. ഓക്കെ, എനിക്ക് നിലവിൽ 645 ബോൾസ് ഉണ്ട്. ഞാൻ കുറച്ച് ടാസ്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് 645 ബോൾസ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫുട്ബോൾസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, താഴേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് വേസ്റ്റ് ടു ഗെയിൻ സം ബോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷൻസ്, കുറേ ടാസ്കുകൾ കാണാം. നമ്മുടെ സോഷ്യൽ മീഡിയസ് കണക്ട് ചെയ്യാനാണ് ഇതൊക്കെ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ടാസ്ക് ടെലഗ്രാം കണക്ട് ചെയ്യാനാണ്. ജസ്റ്റ് കണക്ട് കൊടുക്കുക, ടെലഗ്രാമിലേക്ക് പോകും, ഒരു അപ്രൂവൽ കൊടുക്കേണ്ടി വരും. ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടെലഗ്രാമിൽ ലോഗിൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. വെബിൽ നിങ്ങൾ ടെലഗ്രാമിൻ്റെ ആപ്പ് യൂസ് ചെയ്യുന്ന മൊബൈലിൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടെലഗ്രാമിൻ്റെ ആപ്പിലേക്ക് പോകും, അവിടെ അപ്രൂവൽ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്ത് ഇവിടെ ലോഗിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ലോഗിൻ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, പ്രൈവസി ഇഷ്യൂസ് ഉണ്ടോ, സേഫ് ആണെന്നൊക്കെ തോന്നുന്നൊരു സേഫ് ആണ്. കാരണം നമ്മൾ ടെലഗ്രാമിൻ്റെ സൈറ്റിൽ തന്നെ ലോഗിൻ ചെയ്യുന്നത് കാണാൻ പറ്റും. ടെലഗ്രാം ഓതറൈസേഷൻ എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്, അല്ലാതെ വൺ ഫുട്ബോളല്ല. ഓക്കെ, ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തു, ടെലഗ്രാമിൻ്റെ ആപ്പിൽ കൺഫേം ചെയ്തു. അപ്പോൾ നമുക്ക് ആക്സസ് ചോദിക്കും, നമ്മുടെ ടെലഗ്രാം അക്കൗണ്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യട്ടെ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആക്സെപ്റ്റ് കൊടുക്കുക. ഓക്കെ, ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ടെലഗ്രാം കൂടെ കണക്ട് ആയി. അതിനുശേഷം ലെറ്റ്സ് ഗോ എന്ന് പറയുന്ന ബട്ടണായി മാറും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ എന്ന് പറയുന്ന ബട്ടണായി മാറും. അത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക.
വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി, ആ 300 ബോൾസ് ഇവിടെ ആഡ് ആവുകയും ചെയ്തു. ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾ മാത്രം ചെയ്തു പോയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫാർകാസ്റ്റർ എന്ന് പറയുന്ന ആപ്പ് കണക്ട് ചെയ്യാനാണ്. കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു QR കാണാൻ പറ്റും. ഈ QR വാർപ്കാസ്റ്റ് എന്ന് പറയുന്ന ആപ്പിൽ സ്കാൻ ചെയ്യണം. വാർപ്കാസ്റ്റ് ആദ്യം ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് സ്കാൻ ചെയ്യണം, എന്നാലാണ് ലോഗിൻ ആവുക. പക്ഷേ ഈ ഒരു ഫാർകാസ്റ്ററിൻ്റെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ, ഈ ഒരു സ്കാനിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു വാർപ്കാസ്റ്റ് അക്കൗണ്ട് നിർബന്ധമാണ്. ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ $5 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒഴിവാക്കുകയാണ്. ഈ ഒരു ഫാർകാസ്റ്റിൻ്റെ ടാസ്ക് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാസ്ക് ഒഴിവാക്കാം. എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റീട്വീറ്റ് ചെയ്യാനാണ്. ഇതുപോലെ ഒരുപാട് ടാസ്കുകൾ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഓരോ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും കയറി നോക്കുക. പുതിയ ടാസ്കുകൾ ഇതുപോലെ റീട്വീറ്റ്, ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടാസ്കുകൾ വരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ റീട്വീറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്വിറ്റർ ആദ്യം കണക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഓൾറെഡി ട്വിറ്റർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് കണക്ട് ചെയ്യാൻ പറയും ആദ്യം തന്നെ. അത് ട്വിറ്റർ അക്കൗണ്ട് ആദ്യം കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ റീപോസ്റ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ റീപോസ്റ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ആദ്യം കണക്ട് ചെയ്ത് വെച്ചിരിക്കണം, എങ്കിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആദ്യം ഇവിടെ ഉണ്ടാവുക കണക്ട് എന്ന് പറയുന്ന ബട്ടനാണ്. കണക്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ട്വിറ്റർ അക്കൗണ്ടിൻ്റെ ഓതൻറ്റിക്കേഷൻ ചോദിക്കും. ഓതറൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്വിറ്ററിൻ്റെ അക്കൗണ്ടോട് കണക്ട് ആവും. എന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ലൈക്കോ ഷെയറോ എന്താണ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തതിന് ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും. ആ റിവാർഡ് ഇവിടെ വന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഡെയിലി ടാസ്കുകൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡെയിലി ചെക്കിൻ ഉണ്ട്. ഓക്കെ, എല്ലാ ദിവസവും വരിക, ചെക്കിൻ ചെയ്യാം. ചെക്കിൻ ചെയ്യുമ്പോൾ നമുക്ക് 5 ബോൾസ് ഡെയിലി കിട്ടും. ലെറ്റ്സ് ഗോ ക്ലിക്ക് ചെയ്യുക, വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു 5 ബോൾസിൻ്റെ ഡെയിലി റിവാർഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഓരോ 24 മണിക്കൂറിലും ഇത് മസ്റ്റായിട്ട് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഒരു പോയിന്റ് മിസ്സാക്കാതിരിക്കുക. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത 2 ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ രണ്ടും ഈ ഒരു ഫാർകാസ്റ്ററിൻ്റെതാണ്. നെക്സ്റ്റ് ടാസ്ക് നോക്കുകയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ടാസ്ക്കാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ വാർപ്കാസ്റ്റ് തന്നെയാണ്. കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാർപ്കാസ്റ്റിൻ്റെ ഈ ഒരു QR വരും. വാർപ്കാസ്റ്റിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ $5 വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നില്ല. നിർബന്ധമായിട്ടും ഈ 2 ടാസ്കും ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു 2 ടാസ്ക് ഒഴിവാക്കാണ്. ഫ്രീ അല്ലാത്തതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് വരുന്ന ഡെയിലി ചെക്കിൻ, അതുപോലെ തന്നെ ഡെയിലി ഇതുപോലെ ട്വിറ്ററിൻ്റെ ടാസ്കുകൾ വരും. അത് മാത്രം ചെക്ക് ചെയ്ത് പോവുക. എല്ലാ ദിവസവും ട്വിറ്ററിൻ്റെ ടാസ്ക് വരണമെന്നില്ല. അവർ ട്വിറ്ററിൽ പുതിയ പോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ കൊണ്ടുവന്നിടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കയറി നോക്കുമ്പോൾ ഈ ടാസ്ക് കാണാൻ പറ്റും. അത് കംപ്ലീറ്റ് ചെയ്യുക, അതിൻ്റെ ബോൾസ് ഏൺ ചെയ്ത് വെക്കുക. പിന്നീട് നമുക്ക് ബോൾസ് ഏൺ ചെയ്യാനുള്ള വഴിയാണ് റെഫറൽസ്. അപ്പോൾ റെഫറൽസ് ഉള്ളവർക്ക് കൂടുതൽ ബോൾസ് കിട്ടും. അപ്പം നിങ്ങളെ ഞാൻ റെഫർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരാൾ കയറുമ്പോൾ 25 ബോൾസ് വെച്ച് കിട്ടും. എൻ്റെ ലിങ്ക് വഴി കയറുന്ന ആൾക്കാർക്ക് 15 ബോൾസ് വെച്ച് കിട്ടുകയും ചെയ്യും. ടെലഗ്രാം എയർ ഡ്രോപ്സിൽ ഇനി റെഫറൽസ് എല്ലാം പോകാൻ പോവുകയാണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി റെഫറൽസ് കൊണ്ട് ആർക്കും അലോക്കേഷൻ പോവില്ല. കാരണം നമ്മുടെ ആ ഒരു സിസ്റ്റം തന്നെ മാറാൻ പോവാണ്. ഇനി ഒരാൾ നിങ്ങളെ റെഫറൽസ് കിട്ടാൻ വേണ്ടി പറഞ്ഞു പറ്റിക്കില്ല. നിങ്ങൾക്ക് ലംബോർഗിനി മേടിക്കാം, നിങ്ങൾക്ക് കാർ മേടിക്കാം, ബൈക്ക് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾക്കും നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. കാരണം റെഫറൽ ഏണിങ്സ് ടെലഗ്രാം എയർ ഡ്രോപ്സിൽ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ ഹാപ്പി ന്യൂസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. എങ്കിലായിരിക്കും ആ ഒരു വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്തുക. നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് ലീഡർ ബോർഡ് കാണാൻ പറ്റും. ലീഡർ ബോർഡിൽ നമ്മൾ എത്ര സ്ഥാനത്താണ് നമ്മുടെ റാങ്ക് എന്നൊക്കെ നോക്കാൻ പറ്റും. നിലവിലൂടെ അൺറാങ്ക്ഡ് ആണ്. ഞാനിപ്പോൾ റാങ്കിങ്ങിൽ ഇല്ല. നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ആക്ടിവിറ്റീസിൽ വരിക. അതിനുശേഷം ഡെയിലി ചെക്കിങ് കംപ്ലീറ്റ് ചെയ്യുക. പുതിയ ടാസ്കുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അതും കംപ്ലീറ്റ് ചെയ്ത് പോവുക. മാക്സിമം ബോൾസിൻ്റെ അക്കൗണ്ടാക്കി വെക്കുക. അപ്പോൾ ഇനി വരുന്ന ഓരോ ടാസ്കുകളും ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം. പുതിയ ടാസ്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലിസ്റ്റിംഗ് അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ പുതിയ ന്യൂസുകളെല്ലാം ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് വെക്കുക. മസ്റ്റായിട്ട് എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ അവിടെയാണ് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.